നമസ്കാരം. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം. ഉറക്കം വിളിച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയുമുണ്ട്. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ടാവുക. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടും എന്നാണ് വിശ്വാസം. ദമ്പതികൾ ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയാണ് ഈ വ്രതാനുഷ്ഠാനം. 2025 ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. തലേന്ന് മുതൽ ഒരിക്കലോടെ വ്രതം നിങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ശിവരാത്രിയുടെ തലേന്ന് പ്രദോഷവും വരുന്നു. അതായത് ശിവപ്രീതികരമായ പ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ച് അനുഷ്ഠിക്കാവുന്ന ദിനങ്ങൾ. തലേന്ന് അതായത് പ്രദോഷ ദിനത്തിൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കാവുന്നതുമാണ്. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടുള്ളതല്ല. പകലുറക്കം, എണ്ണ തേച്ചുള്ള കുളി, തലേന്നത്തെ ആഹാരം ഇവ അരുത്. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി പഞ്ചാക്ഷരി മന്ത്രജപം ഓം നമഃശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയതിനു ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. നിർമാല്യ ദർശനം അത്യുത്തമമാണ്. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അഭികാമ്യമായിട്ടുള്ളത്. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആഹാരം ഉപേക്ഷിക്കുവാൻ സാധിക്കാത്തവർ ഒരിക്കലോടെ വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. അമിത ഭക്ഷണം ആകരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും നേദിച്ച വെള്ള നിവേദ്യം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം. അന്നദാനമാണ് എങ്കിൽ അത്യുത്തമം. ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ശിവപ്രീതികരം തന്നെയാകുന്നു. കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. രാത്രി പൂർണ്ണമായും ഉറക്കം വിളിച്ച് വേണം ശിവരാത്രി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ നിങ്ങൾക്ക് വീടാവുന്നതുമാണ്. ശേഷം പകലുറക്കം പാടുള്ളതല്ല. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങൾ പോലും അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കും എന്നും പരാമർശമുണ്ട്. 1000 ഏകാദശി വ്രതത്തിന് തുല്യമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ വർഷം അതിനാൽ അതിപ്രധാനമാണ് എന്ന കാര്യവും ഓർക്കുക. കാരണം പ്രയാഗ്രാജിലെ കുംഭമേള അവസാനിക്കുന്ന ദിവസം തന്നെയാണ് ഇത്. ഒരു മനുഷ്യായുസിലെ പുണ്യദിനം. ഈ ശിവരാത്രി ദിനം നിങ്ങൾക്ക് ഇപ്രകാരം ജീവനോടെ ഇരിക്കുവാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യം. ഇനി പരാമർശിക്കാനായി പോകുന്നത് പ്രധാനപ്പെട്ടതായ സമയങ്ങളെ കുറിച്ചാകുന്നു. അമൃതകാലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അമൃതകാലം എന്ന് പറയുന്നത് അതിരാവിലെ 7:27 മുതൽ രാവിലെ 8:59 വരെയുള്ള സമയമാണ്. കൂടാതെ 6:02 മുതൽ 7:31 മുതലും ബ്രാഹ്മമുഹൂർത്ത സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. 5:03 മുതൽ, അതായത് ബ്രാഹ്മമുഹൂർത്തം വരുന്നത് 5:03 മുതൽ 5:51 വരെയുള്ള സമയമാണ്. അതിനാൽ ഈ സമയം വിളക്ക് തെളിയിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. അതിരാവിലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ വിളക്ക് കൊളുത്തി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ശിവ സഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ എന്താഗ്രഹിക്കുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് ശുഭകരമായി തന്നെ ഭവിക്കും.
പൂജാ സമയങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. പൂജാ സമയങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. 4 പ്രധാനപ്പെട്ടതായ പൂജാ സമയങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പൂജാ സമയം വരുന്നത് വൈകുന്നേരം 6:30 മുതൽ അഥവാ സന്ധ്യയ്ക്ക് 6:30 മുതൽ രാത്രി 9:30 വരെയുള്ള സമയമാകുന്നു. ഈ സമയം ഭഗവാന് ജലം സമർപ്പിക്കുന്നതും ശിവലിംഗമുണ്ട് എങ്കിൽ ജലം അഭിഷേകം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. രണ്ടാമത്തെ പൂജയുടെ സമയം വരുന്നത് രാത്രി 9:30 മുതൽ വെളുപ്പിന് അല്ലെങ്കിൽ അർദ്ധരാത്രി 12:30 വരെയുള്ള സമയമാകുന്നു. ഈ സമയം ഭഗവാന് പാൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പാൽ സമർപ്പിക്കുകയോ ശിവലിംഗമുണ്ട് എങ്കിൽ അഭിഷേകം ചെയ്യുകയോ ചെയ്യാം. മൂന്നാമത്തെ സമയം വരുന്നത് അർദ്ധരാത്രി 12:30 മുതൽ വെളുപ്പിന് 3:30 വരെയുള്ള സമയത്താകുന്നു. ഈ സമയം ഭഗവാന് തേൻ സമർപ്പിക്കാം, അല്ലെങ്കിൽ തേൻ അഭിഷേകം നിങ്ങൾക്ക് നടത്താം. ശിവലിംഗമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം നടത്താവുന്നതാണ്. നാലാമത്തെ പൂജ വരുന്നത് വെളുപ്പിന് 3:30 മുതൽ 6:30 വരെയുള്ള സമയത്താണ്. ഈ സമയം ഭഗവാന് നെയ് നിങ്ങൾക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ നെയ് അഭിഷേകം നിങ്ങൾക്ക് ഈ സമയം നടത്താം. അതീവ ശുഭകരമായ സമയമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പൂജയ്ക്ക് ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രരാകുകയും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വ്യക്തികളിൽ നിറയുകയും ചെയ്യും. സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് നിശിതകാലത്തെ കുറിച്ചാണ്. നിശിതകാല സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:09 മുതൽ ഉച്ചയ്ക്ക് 12:59 വരെയുള്ള സമയമാണ്. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായും അനുഭവപ്പെടുന്നതായ സമയമാണ്. ഓരോ ശിവഭക്തരും ശിവരാത്രി ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ സമയം. വ്രതമെടുക്കുന്നവരും ഈ സമയം പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം കൂടി ചെയ്യുക. വിളക്കിനടുത്ത് ജലത്തിൽ പച്ചക്കർപ്പൂരമിട്ട ജലം വയ്ക്കുക. പിറ്റേന്ന് രാവിലെ, അതായത് ഫെബ്രുവരി 27 രാവിലെ വ്രതമെടുക്കുന്നവർ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം, അല്ലാത്തവർ രാവിലെ വിളക്ക് വയ്ക്കുന്നതിന് തൊട്ടു മുൻപായി ഈ ജലം വീടിന്റെ എല്ലാ ഭാഗത്തും തളിക്കുക. വീട് തളിക്കാൻ മാത്രമാണ് ഈ ജലം എടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ കുടിക്കുവാൻ പാടുള്ളതല്ല. നാളെ, അതായത് ഫെബ്രുവരി 26 വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം പറഞ്ഞ സമയം, അതായത് ആദ്യകാല പൂജാ സമയം 6:30 മുതൽ 9 വരെയുള്ള സമയത്ത് വിളക്കിനടുത്ത് പച്ചക്കർപ്പൂരമിട്ട ജലം കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ പച്ചക്കർപ്പൂരമുള്ള ജലം വയ്ക്കുക. തീർച്ചയായും അപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ശിവരാത്രി ദിനം ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ നിറയുവാൻ അത് സഹായകരമായി തീരും. ധനം വർഷിക്കുന്നതായ പുഷ്പത്തെക്കുറിച്ച് പരാമർശിക്കാം. നീല ശംഖുപുഷ്പം, അതോടൊപ്പം വെള്ള ശംഖുപുഷ്പമോ അല്ലെങ്കിൽ വെള്ള നിറമുള്ള പുഷ്പമോ നന്ദ്യാർവട്ടമോ മന്ദാരമോ അത്തരം പുഷ്പങ്ങൾ സമർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിക്കിന്റെ പുഷ്പമാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. തുളസി ഇന്നേ ദിവസം ഉപയോഗിക്കാതിരിക്കേണ്ടതാണ് എന്ന കാര്യവും ഓർക്കണം. കൂവളത്തില നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അത് സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ പ്രദാനം ചെയ്യും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ വർഷത്തെ ശിവരാത്രി വ്രതം അതിവിശേഷം തന്നെയായി മാറുന്നു. കുളിച്ച് വൃത്തിയായി ഭഗവാനെ ആത്മാർത്ഥമായി പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫലം നിശ്ചയം തന്നെയാണ്. കുട്ടികൾ 108 ഓം നമഃശിവായ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഏവർക്കും പെട്ടെന്ന് ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ്. കഴിയാവുന്നത്ര തവണ നിങ്ങൾ ജപിക്കുക. നിത്യവും തീർച്ചയായും ഈ മന്ത്രജപം തുടരുന്നതും ഉത്തമം തന്നെയാകുന്നു. പരീക്ഷയ്ക്കായി, അതായത് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടുവാനും നിങ്ങളുടെ ജീവിത വിജയങ്ങൾ നേടുവാനും സഹായകരമാണ് ഈ മന്ത്രജപം. തീർച്ചയായും നാളെ ഈ മന്ത്രം ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രജപം നടത്തുവാൻ സാധിക്കുന്നതും വിശേഷമായി തന്നെ കരുതുന്നു.
നാളെ ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ വീടുകളിൽ നിറയുക തന്നെ ചെയ്യും.